8257 എന്ന് പറയുന്നത് DMA കൺട്രോളറാണ്. DMA കൺട്രോളർ എന്താണ്? DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ് DMA. അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസ്. എന്താണ് ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ്? നമ്മളിപ്പോ ഒരു പ്രൊസസ്സർ, അതായത് എന്ത് പ്രൊസസ്സർ ആയിക്കോട്ടെ, 8086 8085 എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസ്, ഫോർ എക്സാമ്പിൾ കീബോർഡോ മൗസോ അല്ലെങ്കിൽ പ്രിന്ററോ അല്ലെങ്കിൽ എനി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസിന് അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. ഓക്കെ, മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മെമ്മറി ഏതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്? പ്രൊസസ്സറിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് എന്ത്? മെമ്മറി. പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ CPU മെമ്മറി, അതായത് 8086 ഒന്നുണ്ടാവും, അതിന്റെ പ്രൊസസ്സർ ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആര് വഴി മാത്രമേ പറ്റൂ? അതായത് CPU വഴി മാത്രമേ സാധിക്കൂ. അതായത് ഏതെങ്കിലും ഒരു 8086 ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസസിന് മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ CPU-ൽ കൂടെ മാത്രമേ ആ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവൂ. ഓക്കെ, CPU-യിലൂടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുമ്പോൾ 2 ക്ലോക്ക് സൈക്കിൾസ് ആവശ്യമായിട്ട് വരും. അതായത് ആദ്യം എന്ത് ചെയ്യണം? പെരിഫറൽ ഡിവൈസ് CPU വഴി മാത്രമേ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് CPU വഴി മാത്രമേ പറ്റൂ. ഓക്കെ, CPU ആണ് അതിന്റെ കൺട്രോൾ സിഗ്നൽസും എല്ലാ കാര്യങ്ങളും ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ CPU വഴി പോകുമ്പോൾ കുറച്ച് ടൈം ലാഗ് വരും. 2 ക്ലോക്ക് സൈക്കിൾ വേണം ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പകരം നിങ്ങൾ ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിന് ഡയറക്റ്റ് മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് CPU-ൽ കൂടെ അല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് സഹായിക്കുന്ന IC ആണ് ആര്? DMA കൺട്രോളർ 8257. ഓക്കെ, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. DMA ഓർ ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൺട്രോളർ ഈസ് ആൻ എക്സ്റ്റേണൽ ഡിവൈസസ്. എക്സ്റ്റേണൽ ഡിവൈസ് ആണ്, ഒരു IC ആണ്. ദാറ്റ് കൺട്രോൾ ദ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ IO devices and memory without the involvement of the processor. അതായത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പറ്റും? CPU-ന്റെ പ്രൊസസ്സറുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഡയറക്റ്റ് പെരിഫറൽ ഡിവൈസിന് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ പ്രൊസസ്സർ. അതിന് സഹായിക്കുന്ന IC ആണ് ആര്? DMA കൺട്രോളർ. ഓക്കെ, അതാണ് DMA എന്ന് പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പിന്നെ പഠിക്കാം. അതിനുശേഷം ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഇത്രമാത്രം അറിഞ്ഞിരിക്കുക. ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് എന്താണ്? DMA എന്ന് പറയുന്നത് എന്താണ്? പ്രൊസസ്സർ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിന് ഡയറക്റ്റ് മെമ്മറിയിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടി സഹായിക്കുന്ന IC ആണെന്ത്? DMA കൺട്രോളർ. ഓക്കെ, വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ പ്രൊസസ്സർ. അങ്ങനെയാകുമ്പോൾ 2 ക്ലോക്ക് സൈക്കിളിൽ നടക്കേണ്ട കാര്യം ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ നടക്കാം. അത് നിങ്ങൾക്ക് പിക്ചർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് CPU, ഇതാണ് പെരിഫറൽ. ഈ പെർട്ടിക്കുലർ പെരിഫറലിന് ഈ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, നോർമൽ കേസിൽ എങ്ങനെയേ സാധിക്കൂ? ആദ്യം പെരിഫറൽ CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ CPU ആണ് എന്ത് ചെയ്യുന്നത്? മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ട് ആ വാല്യൂ ആർക്ക് കൊടുക്കുന്നത്? പെരിഫറലിന് കൊടുക്കുന്നത്. ഇനി പെരിഫറലിന് എന്തെങ്കിലും മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോഴും എങ്ങനെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കൂ? പെരിഫറൽ ആദ്യം CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുശേഷം CPU എന്ത് ചെയ്യും? മെമ്മറിയിലോട്ട് ആ ഡാറ്റ റൈറ്റ് ചെയ്യും. അപ്പൊ 2 ക്ലോക്ക് സൈക്കിൾ ആവശ്യമായിട്ട് വരും പെരിഫറലിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വഴി മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കൂ. CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. CPU വഴി മാത്രമേ മെമ്മറിനെ ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ? പെരിഫറൽസിന് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസിന് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ DMA, അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെമ്മറിക്ക് ഡയറക്റ്റ് ആയിട്ട് പെരിഫറലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ സഹായിക്കുന്ന IC ആണ് ആര്? DMA കൺട്രോളർ. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇത് ജനറൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡയഗ്രാം വരച്ചു. ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡയഗ്രാം വരച്ചു. പെരിഫറൽ ഡിവൈസ്, DMA കൺട്രോളർ, CPU, മെമ്മറി. ഓക്കെ, ഇതിൽ അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, കൺട്രോൾ ബസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താന്ന് പറഞ്ഞുതരാം.
ഇനി എന്താ ഇതിൽ കുറെ സിഗ്നൽസ് നിങ്ങൾക്ക് കാണാം, DACK, DRQ, HLD, HLDA എന്നൊക്കെ പറയുന്നത്. ഈ സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, DMA കൺട്രോളർ കൺട്രോൾ ആക്സസ് ചെയ്തെടുക്കുന്നത്, CPU-ന്റെ കൺട്രോൾ ആക്സസ് ചെയ്തെടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇതാണ് DMA കൺട്രോളറിന്റെ യൂസേജ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ഒരു ഇന്റർഫേസിംഗ് IC ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിന് ഡയറക്റ്റ് മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന IC ആണ് ഒരു DMA കൺട്രോളർ. ഓക്കെ, സാധാരണ രീതിയിൽ നോർമൽ എക്സിക്യൂഷനിൽ പെരിഫറൽ ഡിവൈസിന് ഒരിക്കലും മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് ആര് വഴി മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ? CPU വഴി മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ, പ്രൊസസർ വഴി മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന IC ആണ് DMA കൺട്രോളർ. അപ്പൊ DMA കൺട്രോളറിന്റെ കുറച്ച് സ്റ്റെപ്സ് പറയാനുണ്ട്. ഈ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, പെരിഫറൽ ഉണ്ട്, DMA കൺട്രോളർ ഉണ്ട്. ഇതിന്റെ സ്റ്റെപ്സ് നമുക്ക് എങ്ങനെയാണ് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സ്റ്റെപ്സ് പറയുമ്പോൾ ഈ ഓരോ സിഗ്നൽസും എന്താണ്, എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ്, ഇനീഷ്യലി when any devices, അതായത് any devices എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസസിന് has to send data between device and memory. ഏതോ ഒരു ഇൻപുട്ട് ഡിവൈസിന് മെമ്മറിയുമായിട്ട് ഡാറ്റ സെൻഡ് ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ ഡിവൈസ് ആദ്യം എന്താ ചെയ്യുന്നത്? has to send DMA request, DMA request to DMA controller. അതായത് ഈ പെരിഫറൽ ഡിവൈസിന് മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് എ പ്രൊസസർ. പ്രൊസസറുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് ആ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ പെരിഫറൽ ഡിവൈസിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് വിത്തൗട്ട് ദ ഇൻവോൾവ്മെന്റ്, ഇതിൽ CPU-ന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആ ചെയ്യാൻ എന്തൊക്കെ വേണം, ആ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്താ ചെയ്യുന്നത്? പെരിഫറൽസിന് ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഏതോ ഒരു ഡിവൈസിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫർ നടക്കണം. അതിന് പെരിഫറൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു റിക്വസ്റ്റ് സിഗ്നൽ ആർക്ക് കൊടുക്കും? DMA കൺട്രോളറിന് കൊടുക്കും. ആ റിക്വസ്റ്റ് സിഗ്നൽ ആണ് എന്ത്? DRQ സിഗ്നൽ. ഓക്കെ, DRQ സിഗ്നൽ DMA കൺട്രോളർക്ക് കൊടുക്കും. DRQ എന്ന് പറയുന്നത് എന്താണ്? DMA റിക്വസ്റ്റിനെയാണ് DRQ സിഗ്നൽ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് എക്സാമിന് DRQ സിഗ്നൽ എന്താണുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും? പെരിഫറൽ ഡിവൈസ് DRQ സിഗ്നൽ DMA കൺട്രോളർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് DMA കൺട്രോളർക്ക് കിട്ടിക്കഴിഞ്ഞാൽ DMA കൺട്രോളർ അടുത്ത സ്റ്റെപ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് സ്റ്റെപ്സിൽ DMA controller send HRQ to the CPU and wait for the CPU to assert the HLDA signal. Next step, DMA controller ക്ക് DRQ signal കിട്ടിക്കഴിഞ്ഞാൽ DMA controller എന്ത് ചെയ്യും? ഒരു സിഗ്നൽ CPU-ന് കൊടുക്കും. HLD സിഗ്നൽ CPU-ന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, DMA controller DRQ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ, DMA റിക്വസ്റ്റ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ DMA കൺട്രോളർ CPU-ന് ഒരു HLD സിഗ്നൽ സെൻഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം CPU-ന് HLD സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ CPU എന്ത് ചെയ്യും? തിരിച്ചൊരു HLDA സിഗ്നൽ DMA കൺട്രോളർക്ക് കൊടുക്കും. ഈ HLDA സിഗ്നൽ DMA കൺട്രോളർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഓപ്പറേഷൻസും മെമ്മറി ടു പെരിഫറൽസ് നടക്കാം. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ പഠിക്കണ്ട. DMA controller send HRQ signal to the CPU and wait for the CPU to assert the HLDA. Okay, DMA controller ഒരു ഹോൾഡ് റിക്വസ്റ്റ് CPU-ന് കൊടുക്കും. അതിനുശേഷം DMA controller വെയിറ്റ് ചെയ്യും. ആരുടെ സിഗ്നലിന് വേണ്ടിയിട്ട്? CPU-ന്റെ HLDA സിഗ്നലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് HLD ഹോൾഡ് റിക്വസ്റ്റ് സിഗ്നൽ ആണ് ഇത്. ഈ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പിൽ CPU എന്ത് സിഗ്നൽ തിരിച്ചയക്കും? ഒരു സെക്കൻഡ്. ഹലോ, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ കുറച്ച് ഞാൻ വിളിക്കാം. അത് നിങ്ങൾക്ക് പറയാൻ കേൾക്കുന്നില്ലേ? ഇത് കോള് വന്ന് കട്ടായി പോയിട്ടില്ലല്ലോ. ഇപ്പൊ DMA കൺട്രോളർ CPU-ന് HRQ സിഗ്നൽ അയക്കും. അതിനുശേഷം DMA കൺട്രോളർക്ക് ഒരു HLDA സിഗ്നൽ CPU തിരിച്ചയക്കും.
അങ്ങനെ തിരിച്ച് CPU ഒരു HLDA സിഗ്നല് DMA കൺട്രോളർക്ക് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് CPU ഹോൾഡ് സ്റ്റേറ്റിലോട്ട് പോകും. അതായത് CPU എല്ലാ കൺട്രോളും ആർക്ക് വിട്ടുകൊടുക്കും? DMA കൺട്രോളർക്ക് വിട്ടുകൊടുക്കും. അതിന്റെ ഡാറ്റാ ബസിന്റെ കൺട്രോളും അഡ്രസ് ബസിന്റെ കൺട്രോളും പിന്നെ എന്താണ് കൺട്രോൾ ബസിന്റെ കൺട്രോൾ ഒക്കെ ആർക്ക് വിട്ടുകൊടുക്കും? DMA കൺട്രോളർക്ക് വിട്ടുകൊടുക്കും. ഓക്കെ, DMA കൺട്രോളർക്ക് എല്ലാ കൺട്രോളും വിട്ടുകൊടുക്കും. ദാറ്റ് മീൻസ് ഇനി എന്ത് ചെയ്യാം? DMA കൺട്രോളർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. CPU ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല? CPU ഒരു സ്ലേവ് മോഡിലേക്ക് പോയി, അതായത് ഹോൾഡ് മോഡിലേക്ക് പോയി. അതിപ്പോ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ആർക്ക് വിട്ടുകൊടുത്തു? DMA കൺട്രോളർക്ക് വിട്ടുകൊടുത്തു. ഇനി DMA കൺട്രോളർക്ക് എല്ലാ കൺട്രോളും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പെരിഫറൽസിന് ഡയറക്റ്റ് ആയിട്ട് മെമ്മറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പെരിഫറൽസിന് മെമ്മറിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്തിട്ട് റീഡോ റൈറ്റോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വൽ ഓപ്പറേഷൻ നടക്കുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഡിവൈസിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ ഡിവൈസ് ആദ്യം DMA റിക്വസ്റ്റ് DMA കൺട്രോളർക്ക് കൊടുക്കും. DMA കൺട്രോളർ DMA റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ CPU-ന് ഒരു HRQ സിഗ്നൽ അയക്കും. എന്നിട്ട് ഒരു CPU-ന് ഒരു HLDA സിഗ്നൽസിന് വെയിറ്റ് ചെയ്യും. CPU-ന് ഒരു HLDA സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എല്ലാ കൺട്രോളും ആർക്ക് കിട്ടി? DMA കൺട്രോളർക്ക് കിട്ടി. ദാറ്റ് മീൻസ് എന്താണ്? കൺട്രോൾ ബസിന്റെയും അഡ്രസ് ബസിന്റെയും ഡാറ്റാ ബസിന്റെയും ഒക്കെ കൺട്രോൾ കിട്ടി. കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ DMA ആയി മാസ്റ്റർ. ഓക്കെ, പിന്നെ DMA ആണ് എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ CPU എന്ത് ചെയ്യും? ഒരു ഹോൾഡ് സ്റ്റേറ്റിലേക്ക് പോകും. ദാറ്റ് മീൻസ് CPU ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഓപ്പറേഷൻ. ഇതൊന്ന് ഈ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ പെരിഫറലിനെ മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഈ ഇതെല്ലാം ഡയറക്റ്റ് കണക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ ഒരു പിക്ചറിൽ മെമ്മറിയും പെരിഫറൽസും തമ്മിൽ എല്ലാം ഡയറക്റ്റ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്രസ് ബസ്സും പെരിഫറൽസ് ടു മെമ്മറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡാറ്റാ ബസ് പെരിഫറൽസ് ടു മെമ്മറി, കൺട്രോൾ ബസ് പെരിഫറൽസ് ടു മെമ്മറി, ഇതെല്ലാം ഡയറക്റ്റ് ഇനി ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? പെരിഫറലിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം? ആദ്യം പെരിഫറൽസിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആര് വഴി മാത്രമേ പറ്റൂ? DMA കൺട്രോളർ വഴി മാത്രമേ പറ്റൂ. സോ പെരിഫറൽസ് എന്ത് ചെയ്യും? DMA കൺട്രോളർക്ക് ഒരു DRQ സിഗ്നൽ അയച്ചു കൊടുക്കും. അതായത് കമ്മ്യൂണിക്കേറ്റ്, അത് മെമ്മറിയായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും? ഒരു DRQ സിഗ്നൽ DMA കൺട്രോളർക്ക് അയച്ചു കൊടുക്കും. DRQ സിഗ്നൽ DMA കൺട്രോളർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലായി ഏതോ ഒരു പെരിഫറൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? CPU-ന്റെ അനുവാദം കൂടി കിട്ടണം. കാരണം CPU എന്ത് ചെയ്യണം? എല്ലാ കൺട്രോളും DMAക്ക് വിട്ടുകൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ആർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പറ്റും? പെരിഫറൽസിനും മെമ്മറിക്കും. അപ്പൊ ഈ ഒരു DRQ സിഗ്നൽ ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ DMA കൺട്രോളർക്ക് മനസ്സിലായി ഏതോ ഒരു പെരിഫറലിന് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ DMA കൺട്രോളർ എന്ത് ചെയ്യും? CPU-ലേക്ക് ഒരു ഹോൾഡ് സിഗ്നൽ അയക്കും, ഹോൾഡ് റിക്വസ്റ്റ് സിഗ്നൽ അയക്കും. ഹോൾഡ് സിഗ്നൽ CPU-ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ CPU എന്റെ കൺട്രോൾ നിങ്ങൾക്ക് വിട്ടു തരുവാണ് എന്ന് പറയുന്ന സിഗ്നലാണ് എന്ത്? HLDA സിഗ്നൽ. അപ്പൊ CPU HLDA സിഗ്നൽ DMA കൺട്രോളർക്ക് അയച്ചു കൊടുക്കുവാണെങ്കിൽ DMA കൺട്രോളർക്ക് എല്ലാ കൺട്രോളും കിട്ടി. ഡാറ്റാ ബസിന്റെ കൺട്രോളും കൺട്രോൾ ബസിന്റെ കൺട്രോളും എന്താണ് അഡ്രസ് ബസിന്റെ കൺട്രോളും ഒക്കെ ആർക്ക് കിട്ടി? DMAക്ക് കിട്ടി. ഇനി ഇതെന്ത് ചെയ്യും? ഒരു ഹോൾഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഇപ്പൊ CPU ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് എല്ലാ കൺട്രോളും DMAക്ക് വിട്ടുകൊടുത്തു. DMAക്ക് എല്ലാ കൺട്രോളും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? DMA ഒരു ഡയറക്റ്റ് അക്നോളജ്മെന്റ് സിഗ്നൽ പെരിഫറൽസിന് അയച്ചു കൊടുക്കും. DACK സിഗ്നൽസ് പെരിഫറൽസിന് അയച്ചു കൊടുക്കും. അപ്പൊ പെരിഫറൽസിന് മനസ്സിലായി ഇനി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ട് ചെയ്യാം? മെമ്മറിയായിട്ട് ചെയ്യാന്ന് മനസ്സിലായി. ഇനി എല്ലാ കമ്മ്യൂണിക്കേഷനും പെരിഫറൽ മെമ്മറിയും ഡയറക്റ്റ് ഡാറ്റ റീഡ് ചെയ്യാനും ഡാറ്റ റൈറ്റ് ചെയ്യാനും ഒക്കെ പെരിഫറലിന് അങ്ങോട്ട് റൈറ്റ് ചെയ്യാം, മെമ്മറിന്ന് ഇങ്ങോട്ട് റീഡ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് നടക്കും. ഇനി ആരുമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് വേണ്ട? CPU ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് വേണ്ട. ഓക്കെ, ഇതാണ് DMA-ന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? പെരിഫറൽ ആദ്യം CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, CPU മെമ്മറിയിലോട്ട് പോകണം, എന്നിട്ട് മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്ത് CPU-ൽ കിട്ടും, അത് CPU എങ്ങോട്ടേക്ക് കൊടുക്കും? പെരിഫറലിലോട്ട് കൊടുക്കും. ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 ക്ലോക്ക് സൈക്കിൾ വേണമായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആവുമ്പോൾ ഒറ്റ ക്ലോക്ക് സൈക്കിൾ കൊണ്ട് കാര്യം നടക്കും. അതിന് മുന്നേ എന്ത് ചെയ്യണം? കുറച്ച് സ്റ്റെപ്സ് പെർഫോം ചെയ്യാനുണ്ട്. കാരണം CPU-ന്റെ കൺട്രോൾ ആർക്ക് കിട്ടണം? DMAക്ക് കിട്ടണം. DMA പിന്നെ മാസ്റ്ററായി, CPU എന്തായി? സ്ലേവ് മോഡിലായി. ഓക്കെ, അതായത് DMA മാസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എല്ലാ കമ്മ്യൂണിക്കേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇത് ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് വരക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതി. സിഗ്നൽസ് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് DMA എന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂസിങ് DMA കൺട്രോളർ ദ ഡിവൈസ് റിക്വസ്റ്റ് ദ CPU. ആദ്യം ഡിവൈസ് CPU റിക്വസ്റ്റ് ചെയ്യണം ടു ഹോൾഡ് ഇറ്റ്സ് ഡാറ്റ, കൺട്രോൾ ആൻഡ് അഡ്രസ് ബസ്. എല്ലാ കാര്യങ്ങളും മാർക്ക് കിട്ടണം. കൺട്രോൾ ബസിന്റെ കൺട്രോളും അഡ്രസ് ബസിന്റെയും ഡാറ്റ ബസിന്റെയും കൺട്രോൾ ഒക്കെ ആർക്ക് കിട്ടണം? DMAക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഡിവൈസിന് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് DMAന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ പറഞ്ഞുതരാം, ഇതായിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട്. ഇതൊരു ഇന്റർഫേസിങ് IC ആണെന്ത് DMA എന്ന് പറയുന്നത്. നമ്മൾ 8255 IC എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? പെരിഫറൽ ഇന്റർഫേസ് ആയിരുന്നു. പെരിഫറൽസിന് 8086 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതായിരുന്നു 8255. ഇനി 8259 എന്തായിരുന്നു? പെരിഫറൽസും CPU-യും തമ്മിൽ എന്തെങ്കിലും ഒരു ഇന്ററപ്റ്റ് കൺട്രോളിന് സഹായിക്കുന്ന ഒരു ഇന്റർഫേസിങ് IC ആയിരുന്നു 8259. ഓക്കെ, 8279 എന്തായിരുന്നു? കീബോർഡ് ഡിസ്പ്ലേ കൺട്രോളർ ആയിരുന്നു. പെരിഫറൽസും 8086ഉം തമ്മിൽ, അതായത് കീബോർഡിനോ ഡിസ്പ്ലേ കൺട്രോളറിനോ 8086 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന IC ആയിരുന്നു 8279. അതുപോലെ ഏതെങ്കിലും ഒരു പെരിഫറൽസിന് മെമ്മറിയുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്ന IC ആണ് 8257 DMA കൺട്രോളർ, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പൊ ഏതെങ്കിലും പെരിഫറൽസ് ഡയറക്റ്റ് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ പെർഫോം ചെയ്യണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? പെരിഫറൽസ് ഒരു ഡയറക്റ്റ് മെമ്മറി റിക്വസ്റ്റ് DMAക്ക് കൊടുക്കുക. അതിനുശേഷം DMAക്ക് മെമ്മറി റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ DMA അത് CPU-നെ ഇൻഫോം ചെയ്യണം. അത് ഒരു HRQ സിഗ്നൽ വെച്ചിട്ട് DMA CPU-നെ ഇൻഫോം ചെയ്യും. അതിനുശേഷം CPU ഒരു HLDA സിഗ്നൽസ് DMAക്ക് തിരിച്ചയച്ചു കൊടുക്കും. ഈ HLDA സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ DMAക്ക് കിട്ടി? കൺട്രോൾ ബസിന്റെയും അഡ്രസ് ബസിന്റെയും ഡാറ്റാ ബസിന്റെയും ഒക്കെ കൺട്രോൾ DMAക്ക് കിട്ടി. ഇനി CPU ഒരു ഹോൾഡ് സ്റ്റേറ്റിലോട്ട് പോകും ആ സമയം, കാരണം അത് സ്ലേവ് മോഡിലേക്ക് പോകും. പിന്നെ മാസ്റ്റർ എന്ന് പറയുന്നത് DMA ആണ്. DMAക്ക് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ DMA അത് അക്നോളജ്മെന്റ് വഴി പെരിഫറൽസിനെ അറിയിക്കും, എനിക്ക് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്യാൻ പറ്റും? പെരിഫറൽസിന് ഡയറക്റ്റ് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? പെരിഫറൽസിന് മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ റീഡ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്. ഇനി അല്ലെങ്കിൽ പെരിഫറൽസിന് എന്തെങ്കിലും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് ചെയ്യാം മെമ്മറിയിലോട്ട്. റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാ ബസ് വേണ്ടേ? ഡാറ്റാ ബസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റാസ് പോകുന്നത്. അതിനുവേണ്ടിയാണ് ഡാറ്റാ ബസ് യൂസ് ചെയ്യുന്നത്. ഏത് പെർട്ടിക്കുലർ ഇതിലോട്ടാണോ റൈറ്റ് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ആണ് അഡ്രസ് ബസ് തൊട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കൺട്രോൾ ബസ്. അത് ആ കൺട്രോൾ ഒക്കെ ഇവിടെ കിട്ടും. ആർക്ക് കിട്ടും? DMA കൺട്രോളർക്ക് കിട്ടും. സോ ഇനി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാം. ഇതാണ് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ദ DMA. പിക്ചർ എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചർ. ഇത് ഏത് പിക്ചർ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി വേണമെങ്കിൽ ഈ ഒരു പിക്ചർ വരച്ചിട്ട് പിന്നെ ജസ്റ്റ് ഇവിടെ മാത്രം ഒരു കണക്ഷൻ മാത്രം കാണിച്ചാൽ മതി. ഈ പിക്ചറിന്റെ ഈ കാര്യങ്ങളൊന്നും വരക്കണമെന്നൊന്നുമില്ല. പിന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചാലും മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പിക്ചർ വരച്ചാൽ മതി. അതിനുശേഷം ഈ സ്റ്റെപ്സ് എഴുതുക. നമ്മൾ പറഞ്ഞ അതേ സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യലി എനി ഡിവൈസ് ഹാസ് ടു സെൻഡ് ദ ഡാറ്റ ബിറ്റ്വീൻ ഡിവൈസ് ആൻഡ് മെമ്മറി. ദ ഡിവൈസ് സെൻഡ് DMA റിക്വസ്റ്റ്. നമ്മൾ പറഞ്ഞു DMA കൺട്രോളർക്ക് റിക്വസ്റ്റ് അയക്കും. അതിനുശേഷം DMA കൺട്രോളർ HRQ സിഗ്നലിന് CPU-ന് അയക്കും. അതിനുശേഷം CPU-ന്റെ HLDA സിഗ്നലിന് വെയിറ്റ് ചെയ്യും. CPU-ന്റെ HLDA സിഗ്നൽ DMA കൺട്രോളർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ CPU ഒരു ഹോൾഡ് സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ CPU DMA കൺട്രോളർ ആയിരിക്കും എല്ലാ ഓപ്പറേഷൻസും മാനേജ് ചെയ്യാം. ഓക്കെ, HLDA സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPU-ന് പകരം DMA ആയിരിക്കും എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യാം. ഇതാണ് സ്റ്റെപ്സ്. ഇനി DMAന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, DMAക്ക് 4 ചാനൽസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് DMA കൺട്രോളർക്ക് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്റെ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് 4 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കാൻ പറ്റും. മാർക്ക് 8257 അറ്റ് എ ടൈം. ഓക്കെ, ഓരോ ചാനലിലും 16 ബിറ്റ് അഡ്രസ് ആണ് ഉണ്ടാവുക, 14 ബിറ്റ് കൗണ്ടർ ആണ് ഉണ്ടാവുക. ഓരോ ചാനലും അപ് ടു 64 കിലോബൈറ്റ് വരെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഓരോ ചാനലും പ്രോഗ്രാം ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും. 4 റിക്വസ്റ്റും എന്താണ് ഒരേപോലെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്? അല്ല, 4 ഡിവൈസിന് വരുന്ന റിക്വസ്റ്റ് ആയിരിക്കും. 4 ഡിവൈസിനും ഡയറക്റ്റ് ആയിട്ട് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ 4ഉം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓരോ ചാനലും എന്താണ് പെർഫോം ചെയ്യുന്നത്? ഓരോ ചാനൽ മീൻസ് എന്താണ്?
ഓരോ ഡിവൈസും ആണ്, ഓരോ പെരിഫറൽ ഡിവൈസും ആണ് ഈ ചാനലിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാനും മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാനും ഒക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് 8257 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചാനലും പെർഫോം ചെയ്യുന്നത് ഡാറ്റ റീഡ് ചെയ്യാനും ഡാറ്റ റൈറ്റ് ചെയ്യാനും ഒക്കെയാണ്. ഓക്കെ, ഈ മാർക്ക് സിഗ്നൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. പിന്നെ ഇറ്റ് റിക്വയർസ് എ സിംഗിൾ ഫേസ് ക്ലോക്ക്. ഞാൻ പറഞ്ഞ ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ ഈ ഓപ്പറേഷൻ മുഴുവൻ പെർഫോം ചെയ്യാൻ പറ്റും. മറ്റേതാവുമ്പോൾ എന്താണ്, ആദ്യം CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തെങ്കിലും മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം CPU-ലോട്ട് റൈറ്റ് ചെയ്യണം, CPU എന്നാണ് മെമ്മറിയിലോട്ട് പോകുന്നത്. ഇനി റീഡ് ചെയ്യണമെങ്കിൽ മെമ്മറിയിൽ നിന്ന് CPU-ലോട്ട് റീഡ് ചെയ്ത് അതിന് ശേഷമാണ് എന്തിലോട്ട് റീഡ് ചെയ്യുന്നത്, പെരിഫറൽസിലോട്ട് റീഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ക്ലോക്ക് സൈക്കിൾ വേണമായിരുന്നു. ഇവിടെ എന്താണ്, ഇറ്റ് റിക്വയർസ് എ സിംഗിൾ ഫേസ് ക്ലോക്ക്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ പെർഫോം ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് മാത്രം ഇതുപോലെ ബൈഹാർട്ട് പഠിക്കേണ്ട. നിങ്ങൾ DMA കൺട്രോളർ എന്താണെന്നും ആ കാര്യങ്ങളൊക്കെ നിങ്ങളതായ ഇതിൽ എഴുതിയാൽ മതി. അതിന്റെ കൂടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ DMA കൺട്രോളർ ഈ ചിപ്പ് ഡിസൈൻ ചെയ്തത് ഇന്റൽ ആണ്. നമ്മൾ പഠിച്ച ഒരുവിധം ചിപ്പൊക്കെ ഡിസൈൻ ചെയ്തത് ഇന്റൽ ആണ്. 8255 8257 ഒക്കെ ഡിസൈൻ ചെയ്തത് ഇന്റൽ ആണ്. പിന്നെ ഇത് 2 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും, മാസ്റ്റർ മോഡും സ്ലേവ് മോഡും. എന്താണ് മാസ്റ്റർ മോഡ്? DMA ഒരു മാസ്റ്റർ മോഡ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, അത് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യും. അതായത് റീഡും റൈറ്റും എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, റീഡും റൈറ്റും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ മീൻസ് എന്താണ്, പെരിഫറൽസ് മെമ്മറിയായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പറ്റും. അങ്ങനെയാണെങ്കിൽ DMA മാസ്റ്റർ മോഡിലാണ്. DMA സ്ലേവ് മോഡിലാണെങ്കിൽ എന്താണ്, അവിടെ DMA ഒന്നും ചെയ്യുന്നില്ല. എല്ലാ കമ്മ്യൂണിക്കേഷനും ആര് വഴിയാണ് നടക്കുന്നത്, CPU വഴിയാണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, പെരിഫറൽസ് CPU കമ്മ്യൂണിക്കേഷൻ വഴിയാണ് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 8257 2 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യും, മാസ്റ്റർ മോഡും സ്ലേവ് മോഡും. മാസ്റ്റർ മോഡ് ആണെങ്കിൽ എല്ലാ കൺട്രോളും മാർക്ക് കിട്ടും, DMAക്ക് കിട്ടും. സോ DMA ആണ് റീഡും റൈറ്റും ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. സ്ലേവ് മോഡിലാണെങ്കിൽ DMA ഒന്നും ചെയ്യില്ല. ആ സമയത്ത് എന്താണ്, മാസ്റ്റർ മോഡ് ആര് തന്നെയാണ്, മാസ്റ്റർ എന്ന് പറയുന്നത് CPU തന്നെയാണ്. ഓക്കെ, അതാണ് 2 തരത്തിലുള്ള മോഡ്, മാസ്റ്ററും സ്ലേവും. DMA-ന്റെ മോഡുകളാണ് പറയുന്നത്. മാസ്റ്റർ മോഡാണെങ്കിൽ കൺട്രോൾ കിട്ടി എന്നാണ് അതിന്റെ മീനിങ്. സ്ലേവ് മോഡിലാണെങ്കിൽ എന്താണ്, എല്ലാ ഓപ്പറേഷൻസും CPU വഴി തന്നെയാണ് നടക്കുന്നത്. ഇതാണ് ഇതിന്റെ ആർക്കിടെക്ചർ. ഈ ആർക്കിടെക്ചറിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, നമുക്ക് സ്വന്തമായി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതില് 4 ചാനൽ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 4 ചാനലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 2 3 4. ഓരോ ചാനലും 16 ബിറ്റ് അഡ്രസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ചാനലും എന്താണ്, 16 ബിറ്റ് അഡ്രസ് ആണ്. ഇപ്പോ ഈ ചാനലിലൂടെ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഡിവൈസിന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ചാനൽ 1-ൽ കൂടെ വേറൊരു ഡിവൈസിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ചാനൽ 2-ൽ കൂടെ വേറൊരു ഡിവൈസ്. അപ്പോൾ മൊത്തം 4 പെരിഫറൽ ഡിവൈസിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ ഇതിലൂടെ കീബോർഡ് ആയിരിക്കും, മൗസ് ആയിരിക്കും, ഏതെങ്കിലും ഡിവൈസ്. അപ്പോൾ കീബോർഡിന് ഡയറക്റ്റ് ആയിട്ട് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് പ്രിന്ററിന് ഡയറക്റ്റ് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ 4 ഡിവൈസിനെ നിങ്ങൾക്ക് ഈ ചാനലിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അറ്റ് എ ടൈം 4 ഡിവൈസിന് ഡയറക്റ്റ് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും, ഒരു 8257 പറ്റും. അപ്പൊ എന്താണ് DRQ സിഗ്നൽ, എന്താണ് ഈ ഒരു പെരിഫറൽസ് എന്താണ് DMA കൺട്രോളർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് DRQ0. ചാനൽ 0 ആയതിന് DRQ0. തിരിച്ച് DMAക്ക് കൺട്രോൾ കിട്ടി എന്ന് പെരിഫറൽസിന് മനസ്സിലാവുന്ന സിഗ്നൽ ആണെന്ത്, ഡയറക്റ്റ് അക്നോളജ്മെന്റ് സിഗ്നൽ. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ. അതായത് DMAക്ക് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെന്റ് സിഗ്നൽ പെരിഫറലിന് അയച്ചു കൊടുക്കുന്നില്ലേ, അതാണ് ഈ സിഗ്നൽ, ഡയറക്റ്റ് അക്നോളജ്മെന്റ് സിഗ്നൽ. ഇതിന് കിട്ടി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് DMAക്ക് ഇപ്പൊ എല്ലാ കൺട്രോളും കിട്ടി എന്ന് പെരിഫറൽസിന് മനസ്സിലായി. കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന സിഗ്നൽ ആണെന്ത്, DRQ സിഗ്നൽ. ഓക്കെ, അപ്പൊ ഓരോ ചാനലിനും DRQ സിഗ്നലും ഉണ്ടാവും, DACK സിഗ്നലും ഉണ്ടാവും. ഓക്കെ, അത് ചാനലിന് ഇതായിട്ടാണ് 0 0 1 1 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ 4 ഡിവൈസും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഡിവൈസിനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനാണ് പ്രയോറിറ്റി റിസോൾവർ. 4 ഡിവൈസും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഏത് ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യണം, അത് പ്രയോറിറ്റി ബേസ്ഡ് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രയോറിറ്റി റിസോൾവർ ഉള്ളത്. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് DR0-നാണ്. DRQ ചാനൽ 0-നാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ കണക്ട് ചെയ്യുന്ന ഡിവൈസിനാണ് പ്രയോറിറ്റി ആദ്യം കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ എന്താണ് ഇന്ററപ്റ്റിന്റെ കേസിലും IR 8 ഇന്ററപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്തിനായിരുന്നു, IR0-നായിരുന്നു ഹയസ്റ്റ് പ്രയോറിറ്റി. അതുപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്, 4 ചാനലിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി ബേസ്ഡ് ആണ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അത് ആദ്യം ഏത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് പ്രയോറിറ്റി ബേസിലാണ്.
അത് തീരുമാനിക്കുന്നത് പ്രയോറിറ്റി റിസോൾവർ ആണ്, പ്രയോറിറ്റി റിസോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ചാനൽ 0 ആണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഇതാണ് ചാനലിന്റെ കേസ്. ഇനി ഡാറ്റ ബസ് ബഫർ, ഇത് 8257 ആർക്കിടെക്ചർ ആണ്. ഈ ഭാഗമാണ് എന്തിലോട്ട് കണക്ട് ചെയ്യുന്നത്? പെരിഫറൽസിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഭാഗം എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? CPU-ലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 8086 അല്ലെങ്കിൽ 8085 കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഭാഗം CPU-ലോട്ട് കണക്ട് ചെയ്യും, ഈ ഭാഗം കണക്ട് ചെയ്യുന്നത് പെരിഫറൽസിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം DRQ സിഗ്നൽ ഒക്കെ ആരാണ് കൊടുക്കുന്നത്? പെരിഫറൽ ആണ് DMA-ക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഡാറ്റ ബസ് ബഫർ എന്താണ്? 8-bit ബഫർ ആണ്. അത് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഡാറ്റ ബസ് ബഫർ ആണ്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഡാറ്റാസ് ഇതിലൂടെയാണ് വരുന്നത്? ഡാറ്റ ബസ് ബഫർ കൂടെയാണ് വരുന്നത്. അത് നമ്മൾ എല്ലാത്തിലും പഠിച്ച അതേപോലെ തന്നെയാണ് വരുന്നത്. ഇനി റീഡ് ബാർ റൈറ്റ് കൺട്രോൾ ലോജിക്, റീഡിങ്ങും റൈറ്റിങ്ങും കൺട്രോൾ ചെയ്യുന്നത്. ക്ലോക്ക് സിഗ്നൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം. അത് ഏത് IC വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്ലോക്ക് സിഗ്നൽ ആവശ്യമായിട്ട് വരും. ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റീസെറ്റ് പിൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എല്ലാത്തിലും പഠിച്ചിട്ടുണ്ട് റീസെറ്റ് പിൻ. റീസെറ്റ് പിന്നിന്റെ ആവശ്യം എന്താണ്? എല്ലാ ഓപ്പറേഷൻസും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, IC റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീസെറ്റ് പിന്നെ എല്ലാ ICസിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് റീസെറ്റ്. എല്ലാ ഓപ്പറേഷൻസും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് പിന്നെ യൂസ് ചെയ്യുന്നത്. ചിപ്പ് സെലക്ഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ചിപ്പ് സെലക്ഷൻ ആക്റ്റീവ് ലോ ആണ്. സോ 0 ആണെങ്കിൽ 8257 എന്ന് പറയുന്ന ചിപ്പ് ആക്റ്റീവ് ആയി. അതാണ് ചിപ്പ് സെലക്ഷൻ. ഇനി IOR, ഇൻപുട്ട് റീഡ് ഇൻപുട്ട് റൈറ്റ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? IO ബാർ ആറും IO ബാർ W. ഇത് റീഡും ഇത് റൈറ്റും. അതായത് പെരിഫറൽ ഡിവൈസസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. പെരിഫറൽ ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, A0 to A3 എന്ന് പറയുന്നത് അഡ്രസ് ലൈൻസ് ആണ്. A0 to A3, A4, A5, A6, A7 ഇതാണ് അഡ്രസ് ലൈൻസ്. ഓക്കെ, ഡാറ്റ ലൈൻസ്, അഡ്രസ് ലൈൻസ്, ഇതൊന്നും എനിക്ക് കൂടുതൽ പറയണ്ട. അഡ്രസ് ലൈൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അറിയാം. ഇനി മെമ്മറി റീഡ് മെമ്മറി റൈറ്റ്, ഈ ബാക്കി വരുന്ന സിഗ്നൽസ് ഞാൻ പറഞ്ഞുതരാം. മെമ്മറി റീഡ് മെമ്മറി റൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? മെമ്മറിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മെമ്മറിന്ന് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മെമ്മറി റീഡും മെമ്മറി റൈറ്റ് സിഗ്നലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, TCയും മാർക്കും ഒക്കെ പറഞ്ഞു തരാം. ഈ HRQയും റെഡിയും ഒക്കെ പറഞ്ഞുതരാം. ബാക്കിയൊക്കെ നമ്മൾ അറിയുന്ന സിഗ്നൽസ് ആണ്. D0 to D7 നമ്മൾ പഠിച്ചതാണ്. ഇത് ഇൻപുട്ട് റീഡ് ആണ്, ഇത് ഇൻപുട്ട് റൈറ്റ് ആണ്. IO ഡിവൈസിന് റീഡ് ചെയ്യാനും IO ഡിവൈസിന് റൈറ്റ് ചെയ്യാനും MEMR എന്ന് പറയുന്നത് മെമ്മറിന്ന് റീഡ് ചെയ്യാനും മെമ്മറിന്ന് റൈറ്റ് ചെയ്യാനും. റീസെറ്റ് എല്ലാ ICനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോക്ക് സിഗ്നൽസ് എന്താണ്? നമ്മൾ IC വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോക്ക് സിഗ്നൽസ് ആവശ്യമായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലോക്ക് സിഗ്നൽസ്. പിന്നെ ഇത് അഡ്രസ് ലൈൻസ് ആണ്. A0 to A7. ഇത് ചിപ്പ് സെലക്ഷൻ 8257 സെലക്ട് ചെയ്തു, അതായത് ചിപ്പ് ആക്റ്റീവായി എന്ന് കാണിക്കുന്ന ചിപ്പ് സെലക്ഷൻ. പിന്നെ എന്താണ്? TC മാർക്ക്, AEN, HRQ, HLDA ഒക്കെ നമുക്ക് നോക്കാം. HRQ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, HLDA നമ്മൾ പറഞ്ഞതാണ്. എന്നാലും എക്സ്ട്രാ വരുന്ന കുറച്ച് സിഗ്നൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ബാക്കിയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിലും കണ്ടതുപോലത്തെ സിഗ്നൽസ് തന്നെയാണ് ഇതിലും വരുന്നത്. അതേ ഓപ്പറേഷൻസ് തന്നെയാണ് കോമൺ ആയിട്ട് ഇതിലും യൂസ് ചെയ്യുന്നത്. റീഡ് സിഗ്നൽ റീഡ് ചെയ്യാനും റൈറ്റ് സിഗ്നൽ റൈറ്റ് ചെയ്യാനും ഡാറ്റ ബസ് ബഫർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതില് DRQ0 to DRQ3, അതായത് ഇതെന്താണ്? 4 ഇൻഡിവിജ്വൽ ചാനൽ എന്നുള്ള DMA റിക്വസ്റ്റ് ആണ്. DRQ0 എന്ന് പറയുന്നത് ചാനൽ 0 എന്നുള്ള DMA റിക്വസ്റ്റ് ആണ്. ചാനൽ 0 വന്നിരിക്കുന്ന പെരിഫറൽ ഡിവൈസ് എന്നുള്ള റിക്വസ്റ്റ് ആണ് എന്ത് വരുന്നത്? DRQ0 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് DRQ1 ആണെങ്കിൽ ചാനൽ 1 എന്നുള്ള റിക്വസ്റ്റ് ആയിരിക്കും. ഓക്കെ, DRQ2 എന്ന് പറയുന്നത് ചാനൽ 2 എന്നുള്ള റിക്വസ്റ്റ് ആയിരിക്കും. 3 എന്ന് പറയുന്നത് 3 ഉള്ള റിക്വസ്റ്റ് ആയിരിക്കും. ഓക്കെ, ആ 3 എന്ന് പറയുന്ന ചാനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന പെരിഫറൽ ഡിവൈസ് എന്ന് വരുന്ന റിക്വസ്റ്റ് ആണ്. ഓക്കെ, പെരിഫറൽ ഡിവൈസ് ആണല്ലോ ആർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത്? DMAക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത്, DRQ സിഗ്നൽ റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, പെരിഫറൽ ഡിവൈസ് ആണ് DRQ സിഗ്നൽ DMA കൺട്രോളർക്ക് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ DRQ എന്ന് പറയുന്നത് എന്താണ്? DMA റിക്വസ്റ്റ് ആണ്. അത് ചാനൽ 0 എന്നാണെങ്കിൽ എന്താണ്? ഇതിവിടെ 0 ആയിരിക്കും. ചാനൽ 0ൽ കണക്ട് ചെയ്യുന്ന ഡിവൈസ് വഴിയാണെങ്കിൽ എന്താണ്? DRQ0 ആയിരിക്കും. ചാനൽ 2 എന്നാണ് പെരിഫറൽ കണക്ട് ചെയ്തിരുന്നെങ്കിൽ റിക്വസ്റ്റ് എന്തായിരിക്കും? DRQ1 ആയിരിക്കും. അതേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതാണ് DMA റിക്വസ്റ്റ് ആണ്. DRQ0 to DRQ3. ഇനി DACK0 to DACK3 എന്താണ്? അക്നോളജ്മെന്റ് സിഗ്നൽസ് ആണ്. അതായത്
പെരിഫറൽസ് എന്ത് മനസ്സിലാവും? DMAക്ക് എന്ത് കൺട്രോൾ കിട്ടിയിട്ടുണ്ട്? CPU-ന്റെ കൺട്രോൾ കിട്ടിയിട്ടുണ്ട്, അതായത് മാസ്റ്റർ കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് DMA ആണ് എല്ലാ കൺട്രോളും നടത്തുന്നത് എന്ന് പെരിഫറൽസിന് മനസ്സിലാവുന്ന സിഗ്നൽ ആണ് എന്ത്? DACK സിഗ്നൽ. DMA കൺട്രോളർ ആണ് DACK സിഗ്നൽ പെരിഫറൽസിന് അയച്ചു കൊടുക്കുന്നത്. ഈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പെരിഫറൽസിന് എന്ത് മനസ്സിലായി? DMAക്ക് എല്ലാ കൺട്രോളും കിട്ടി. ആരിൽ നിന്ന്? CPU-ന്ന് എല്ലാ കൺട്രോളും കിട്ടി. ഓക്കെ, അത് ആരെ അറിയിക്കുകയാണ്? പെരിഫറൽസിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലാണ് DACK സിഗ്നൽ. ഈ സിഗ്നലിന് പെരിഫറലിന് കിട്ടിക്കഴിഞ്ഞാൽ പെരിഫറലിന് മനസ്സിലായി ഇനി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. കാരണം എന്താണ്? ഇപ്പൊ CPU വഴി CPU-ന്റെ കൺട്രോൾ ആർക്കാണ് കിട്ടിയത്? DMAക്കാണ് കിട്ടിയത്. സോ ഇനി നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആരുമായിട്ട്? മെമ്മറിയുമായിട്ട്. അതിനാണ് DACK 0 to DACK 3. ഇത് ചാനൽ 0 എന്നാണെങ്കിൽ 0 കണക്ട് ചെയ്ത സിഗ്നൽ ആണെങ്കിൽ ഇത് 1 ആണെങ്കിൽ 2 ആണെങ്കിൽ 3 ആണെങ്കിൽ അങ്ങനെ. ഇനി D0 to D7 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സിസ്റ്റം ബസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CPU-ന്റെ സിസ്റ്റം ബസ്സുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. CPU-ന്റെ 8086-ന്റെ ഡാറ്റാ ബസ്സുമായിട്ടാണ് ഏത് കണക്ട് ചെയ്യുന്നത്? D0 to D7. അത് ആ ഡാറ്റാ ബസ്സും ഈ ഡാറ്റാ ബസ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമല്ലേ അതിൽ നിന്നുള്ള ഡാറ്റാസ് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് D0 to D7 പിന്നെ ഡാറ്റാ ബസ് ബഫർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻപുട്ട് റീഡും ഇൻപുട്ട് റൈറ്റും നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ബാക്കി ജനറൽ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇൻപുട്ട് റീഡ്, ഇൻപുട്ട് റൈറ്റ് എന്നുള്ളത്. ഓക്കെ, IO ഡിവൈസിന് റീഡ് ചെയ്യാനും IO ഡിവൈസിന് റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നൊന്നുമില്ല, പക്ഷെ ഇത് വായിച്ചു നോക്കണം. ഓക്കെ, എന്താണെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. IO റീഡും IO റൈറ്റും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് റീഡ് ചെയ്യാനും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് ഡാറ്റ ഫ്രം ദ പെരിഫറൽ ഡിവൈസ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇൻപുട്ട് ഡിവൈസ് ഓർ ഔട്ട്പുട്ട് ഡിവൈസിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് റീഡ് സിഗ്നൽസ്. IO റൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലോഡ് ദ ഡാറ്റ ടു ദ പെരിഫറൽ ഡിവൈസ്. ലോഡ് മീൻസ് എന്താണ്? പെരിഫറൽ ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. IOW എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അത്രയും എഴുതണ്ടോ നിങ്ങൾ. ബാക്കി ഇത് കൂടുതൽ അവർ എന്താണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെന്നുള്ളൂ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഇത്ര എഴുതിയാൽ മതി. നിങ്ങൾ അധികം ബൈഹാർട്ട് പഠിക്കരുത്. എന്താണ് ഒരു സിഗ്നൽ, അതിന്റെ ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ അങ്ങ് എഴുതിയാൽ മതി. IO റീഡ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ ഡിവൈസിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IO റീഡ് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. പെരിഫറൽ ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് IOW യൂസ് ചെയ്യുന്നത്. അത്രയും എഴുതണ്ടു. പിന്നെ A0 to A3 എന്ന് പറയുന്നത് അഡ്രസ് ലൈൻസ് ആണ്. ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് അഡ്രസ് ലൈൻസ് ആണ്. ഇത് സ്ലേവ് മോഡൽ എന്താണ് ഇൻപുട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത്രക്കൊന്നും നിങ്ങൾ പോകണ്ട, ജസ്റ്റ് അഡ്രസ് ലൈൻ എന്നുള്ള മാത്രം എഴുതിയാൽ മതി. A0 to A7 എന്ന് പറയുന്നത് അഡ്രസ് ലൈൻ ആണ്, മാത്രം എഴുതിയാൽ മതി. പിന്നെ ക്ലോക്ക് സിഗ്നൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ റീസെറ്റ് സിഗ്നൽ DMA കൺട്രോളർ ഡിസേബിൾ ചെയ്യാൻ, അതായത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. DMA കൺട്രോളറിന്റെ എല്ലാ ആക്ടിവിറ്റീസും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീസെറ്റ് പിന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ട് സമയം കളയരുത്. ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണെങ്കിൽ എല്ലാം ജസ്റ്റ് ഒന്ന് എഴുതി പോയാൽ മതി. എല്ലാം ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. കുറേ ICs പഠിച്ചു, എല്ലാത്തിലും കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ രീതിയിൽ എഴുതിയാലും മതി. എക്സ്ട്രാ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ചിപ്പ് സെലക്ഷൻ ആക്റ്റീവ് ലോ ചിപ്പ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ എന്താണ് അത്? 0 ആണെങ്കിൽ ആ 8257 ഇനാബിൾ ആയി എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി റെഡി സിഗ്നൽ ആണ് അടുത്ത പറയാനുണ്ടായിരുന്നത്. റെഡി സിഗ്നൽ എന്താ? DMA റെഡി ബൈ ഇൻസേർട്ടിംഗ് വെയിറ്റ് സ്റ്റേറ്റ്. അതായത് DMA ഇത്ര മാത്രമേ ഉള്ളൂ റെഡി സിഗ്നലിന്റെ മീനിങ്. അതായത് DMA എന്തിന് റെഡി ആയിട്ടുണ്ട്? ഇപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഡയറക്റ്റ് മെമ്മറി ആക്സസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന സിഗ്നലാണ് എന്ത്? റെഡി സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത് എന്ത് ഓപ്പറേഷന് വേണ്ടിയിട്ട്? പെരിഫറൽ മെമ്മറിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിന് റെഡിയാണ് എന്ന് കാണിക്കുന്ന സിഗ്നലാണ് എന്ത്? റെഡി സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് എന്തായി? DMA കൺട്രോളർ റെഡിയായി എന്ത് ഓപ്പറേഷന് വേണ്ടിയിട്ട്? ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെരിഫറൽസ് ടു മെമ്മറിക്ക് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള റെഡി, അതായത് DMA റെഡി ആണ് എന്ന് കാണിക്കുന്ന സിഗ്നലാണ് എന്ത്? റെഡി സിഗ്നൽസ്. HRQ സിഗ്നൽ ചോദിക്കുന്ന ചാൻസ് ഉള്ള സിഗ്നൽസ് ആണ് HRQ സിഗ്നൽ, HLDA സിഗ്നൽ, പിന്നെ IRQ സിഗ്നൽ, DACK സിഗ്നൽസ്. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സിഗ്നൽ. അത് ചോദിക്കാറുണ്ട്. HRQ സിഗ്നൽ എന്താണ്? ഹോൾഡ് റിക്വസ്റ്റ് സിഗ്നൽ ആണ്. ഹോൾഡ് റിക്വസ്റ്റ് സിഗ്നൽ എന്തിനു വേണ്ടിയിട്ടാണ്? DMA CPU-ലോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന സിഗ്നൽ ആണ് എന്ത്? HRQ സിഗ്നൽ. ഓക്കെ,
ഇതാണ് ഹോൾഡ് റിക്വസ്റ്റ് സിഗ്നൽ. ഇതിവിടെ HLD എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. ഇവിടെ DMA CPU-ലോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്ന സിഗ്നൽ ആണ് എന്ത്? HRQ സിഗ്നൽ. ഇവിടുന്ന് DRQ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ DMA എന്ത് ചെയ്യും? CPU-ന്റെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സിഗ്നൽ ആണ് എന്ത്? HRQ, ഹോൾഡ് റിക്വസ്റ്റ് സിഗ്നൽ. ഓക്കെ, CPU-ന്റെ കൺട്രോൾ കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന സിഗ്നൽ ആണ് എന്ത്? HRQ സിഗ്നൽ എന്ന് പറയുന്നത്. HLDA സിഗ്നൽ എന്താണ്? CPU കൺട്രോൾ ആർക്ക് കൊടുക്കുന്നു എന്ന് മനസ്സിലാവുന്ന സിഗ്നൽ ആണ് എന്ത്? HLDA സിഗ്നൽ, ഹോൾഡ് അക്നോളജ്മെന്റ് സിഗ്നൽ ആണ്. HLDA എന്ന് പറയുന്നത് ഹോൾഡ് അക്നോളജ്മെന്റ് സിഗ്നൽ ആണ്, which indicate the DMA controller that the bus has been granted to requesting peripheral by the CPU when it is set to 1. അതായത് ഹോൾഡ് അക്നോളജ്മെന്റ് സിഗ്നൽ എന്താണ്? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? DMA കൺട്രോളറിന് ഇപ്പൊ എല്ലാ കൺട്രോളും കിട്ടി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിഗ്നൽ ആണ് എന്ത്? HLDA സിഗ്നൽ എന്ന് പറയുന്നത്. HLDA സിഗ്നലിന് DMA കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാവേണ്ടത്? CPU ഇപ്പൊ എന്താണ്? ഹോൾഡ് സ്റ്റേറ്റിലോട്ട് പോയി. ദാറ്റ് മീൻസ് CPU ഇപ്പൊ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, എല്ലാ കൺട്രോളും ആർക്ക് കിട്ടി? DMAക്ക് കിട്ടി. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിഗ്നൽ ആണ് എന്ത്? HLDA സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, മെമ്മറി റീഡും മെമ്മറി റൈറ്റും നമ്മൾ പറഞ്ഞു. എന്താണ്? മെമ്മറിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മെമ്മറിന്ന് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. മെമ്മറിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MEMR സിഗ്നൽ യൂസ് ചെയ്യുന്നത്. MEMW എന്ന് പറയുന്നത് പെരിഫറൽസ് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ പെരിഫറൽസ് മെമ്മറിന്ന് എന്തെങ്കിലും വാല്യൂ റീഡ് ചെയ്യാനുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സിഗ്നലാണ് മെമ്മറി റീഡ് സിഗ്നൽസ്. അതാണ് MEMR-ഉം MEMW. പെരിഫറൽസ് ആണ് റീഡ് ചെയ്യുന്നതും പെരിഫറൽസ് ആണ് മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സിഗ്നൽസും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് സിഗ്നൽസ് ആണ് AEN. ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ടു ഡിസേബിൾ ദ അഡ്രസ് ഓർ ഡാറ്റാബേസ്. അതായത് AEN സിഗ്നൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. ഏതില്? 8086 AEN സിഗ്നൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. AEN സിഗ്നൽ യൂസ്ഡ് ടു ഡിസേബിൾ ദ അഡ്രസ് ബാർ ഡാറ്റാബേസ്. അതായത് അഡ്രസ് ബാർ ഡാറ്റാബേസും ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നലാണ് AEN സിഗ്നൽ. AEN സിഗ്നൽ 0 ആണെങ്കിൽ എന്താ മെയിൻ ചെയ്യുന്നത്? ഇപ്പൊ അഡ്രസ് ബസ്സിൽ കൂടെയും ഡാറ്റാബേസിൽ കൂടെയും ഒരു കാര്യങ്ങളും നടക്കില്ല. അതിനെ ഇനാബിൾ ചെയ്യണമെങ്കിൽ എന്ത് സിഗ്നൽ യൂസ് ചെയ്യണം? AEN 1 ആയിരിക്കണം. ഓക്കെ, AEN സിഗ്നൽ ഇനാബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഡാറ്റാ ബസ്സിനെയോ അല്ലെങ്കിൽ അഡ്രസ് ബസ്സിനെയോ ഇനാബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നലാണ് AEN സിഗ്നൽ. ഓക്കെ, നമ്മൾ അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അഡ്രസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് AEN സിഗ്നൽ യൂസ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനാബിൾ ചെയ്യാം. ഇനാബിൾ ചെയ്യാനും സെയിം സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്. അത് 0 ആണെങ്കിൽ 1 ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇനാബിൾ ഓർ ഡിസേബിൾ വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് സിഗ്നലാണ് TC ആൻഡ് മാർക്ക്. TC എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ടെർമിനൽ കൗണ്ട്, which indicate the present DMA cycle to the present peripheral devices. അതായത് ടെർമിനൽ കൗണ്ട് എന്ന് പറയുന്നത് DMA സൈക്കിളിന്റെ കൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് TC സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ടെർമിനൽ കൗണ്ട് അതായത് ഇൻഡിക്കേറ്റ് ദ പ്രസന്റ് DMA സൈക്കിൾ ടു ദ പ്രസന്റ് പെരിഫറൽ ഡിവൈസസ്. അതായത് ഒരുപാട് ക്ലോക്സിലാണ് ഈ ഓരോ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. അതായത് മെമ്മറിയിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്യാനുണ്ടും ഒരുപാട് കാര്യങ്ങൾ റൈറ്റ് ചെയ്യാനുണ്ടും. അതിന്റെ കൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സിഗ്നൽ യൂസ് ചെയ്യുന്നത്? ടെർമിനൽ കൗണ്ട് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എത്ര ക്ലോക്ക് സൈക്കിൾ ആയി? ടെർമിനൽ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? എത്ര ക്ലോക്ക് സൈക്കിൾ ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് TC സിഗ്നൽ യൂസ് ചെയ്യുന്നത്, ടെർമിനൽ കൗണ്ട് സിഗ്നൽ. പക്ഷെ മാർക്ക് സിഗ്നലും ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മാർക്ക് സിഗ്നൽ എപ്പോഴാണ് ആക്റ്റീവ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 128 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു DMA ഓപ്പറേഷനിൽ ഒരു 128 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. 128 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് സിഗ്നൽ ആക്റ്റീവ് ആവും. ഓക്കെ, ഇനി മാർക്ക് സിഗ്നൽ എപ്പോഴാണ് അടുത്ത തവണ ആക്റ്റീവ് ആവും? അടുത്ത 128 സൈക്കിൾ കഴിയുമ്പോൾ. ഓരോ 128 ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോഴുമാണ് എന്ത് ചെയ്യുന്നത്? മാർക്ക് സിഗ്നൽ ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, ഓരോ 128 സിഗ്നൽ കഴിയുമ്പോഴും എന്ത് ചെയ്യും? മാർക്ക് സിഗ്നൽ ആക്റ്റീവ് ആവും. അപ്പൊ മാർക്ക് സിഗ്നൽ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? മാർക്ക് സിഗ്നലിൽ ഇപ്പൊ ഒരു റിസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാവും? ഇപ്പൊ ഒരു 128 ക്ലോക്ക് സൈക്കിൾ DMA ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു 128 കഴിയുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക? മാർക്ക് സിഗ്നൽ അടുത്ത തവണ അത് സിഗ്നൽ ആക്റ്റീവ് ആവുക. അതാണ് മാർക്ക് സിഗ്നൽസിന്റെ പ്രത്യേകത. ഇത് ചോദിച്ചിട്ടുണ്ട്, മാർക്ക് സിഗ്നലും TC സിഗ്നലും ടെർമിനൽ കൗണ്ട്.
VCCയും ഗ്രൗണ്ടും ഓൾറെഡി അറിയാം. VCC പവർ സപ്ലൈ ആണ്, ഗ്രൗണ്ട് എന്താണ്, നമ്മളെ ഗ്രൗണ്ട് സിഗ്നൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് 8257 ആർക്കിടെക്ചറിൽ വരുന്നത്. ഇത് പിൻ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിൻ ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. അതേ സിഗ്നൽസ് തന്നെ. വേണമെങ്കിൽ പിൻ ഡിസ്ക്രിപ്ഷൻ ചോദിക്കില്ല, പക്ഷെ എന്താണ്, പിൻ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 8257 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DRQ സിഗ്നൽസിനെ പറ്റി ചോദിക്കാം. DRQ, DACK, ഹോൾഡ്, HLDA, HRQ സിഗ്നൽ, TC, മാർക്ക്, ഇത്രയും സിഗ്നൽസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. ബാക്കിയൊക്കെ എന്താണ്, ആർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന സിഗ്നൽസ് ആണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ കണ്ടു കഴിഞ്ഞതും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സിഗ്നൽസ് ഒക്കെയാണ്. പക്ഷെ എന്താണ്, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സിഗ്നൽസ് ആണ്. ഇതൊന്നും വേണ്ട, എന്നൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ സിഗ്നൽസ് ആണ്. DACK, DRQ സിഗ്നൽ, പിന്നെ എന്താണ് TC സിഗ്നൽ, മാർക്ക് സിഗ്നൽ, ഇത്രയൊക്കെ സിഗ്നൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇതുവരെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് DMAന്റെ ഓപ്പറേഷൻസ്. ഓക്കെ, DMAന്റെ ഓപ്പറേഷൻ, ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, ആ റെപ്രസെന്റേഷൻ, ഈ ഒരു പിക്ചറും ഇതിന്റെ വർക്കിങ്ങും നിങ്ങൾക്ക് നന്നായി അറിഞ്ഞിരിക്കണം. ഇതാണ് ചോദിക്കുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ചോദിക്കാം. പിന്നെ വാട്ട് ഈസ് DMA എന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് DMA ചോദിച്ചിട്ടുണ്ട്, 3-4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പഠിപ്പിച്ചത്. കാരണം എന്തൊക്കെയാണ് വരുന്നത്, ഫീച്ചേഴ്സ് ഓഫ് DMA ചോദിക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഇതേപോലെ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ DMAന്റെ, ഇപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. പിന്നെ എന്താണ്, ഓപ്പറേഷൻസ് എന്തെങ്കിലും എഴുതി വെക്കരുത്, ഇത് തന്നെ എഴുതണം. എന്താണോ ചെയ്യുന്നത് അത് തന്നെ എഴുതണം. പിന്നെ ആർക്കിടെക്ചർ എല്ലാ ബ്ലോക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, 8 മാർക്കിനൊക്കെ ചോദിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്കുകൾ ഹൈലൈറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓരോ ചാനലും അത് ഹൈലൈറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇതിൽ എന്താണ്, ചിപ്പ് സെലക്ഷനും അഡ്രസ്സും അങ്ങനെ ഡാറ്റാ ബസ്സും അതൊക്കെ അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അതൊക്കെ എഴുതാം നിങ്ങൾക്ക്. പക്ഷെ ആദ്യം ഹൈലൈറ്റ് ചെയ്ത് എഴുതേണ്ടത് DMAന്റെ ഫീച്ചർ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, പ്രയോറിറ്റി റിസോൾവർ ഒന്നും ഞാൻ എവിടെയും എഴുതിയിട്ടില്ല, അതൊക്കെ സ്വന്തമായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. പ്രയോറിറ്റി എന്താണ്, ഇതിൽ ഏത് ഡിവൈസ് ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് പ്രയോറിറ്റി റിസോൾവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എന്ത്, ഈ ഒരു ഓപ്പറേഷൻസ്. ഇത് നന്നായി അറിഞ്ഞിരിക്കണം. എന്താണ് DMA ചെയ്തിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു 3-4 സ്റ്റെപ്പ്, അതിൽ സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് പെരിഫറൽസിന് കൺട്രോൾ വേണമെങ്കിൽ ആദ്യം അത് DMAയിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. DMAയിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ DMA അത് CPUയിലേക്ക് റിക്വസ്റ്റ് കൊടുക്കും. CPU എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു HLDA സിഗ്നൽ DMAക്ക് കൊടുക്കും. DMAക്ക് HLDA സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്, DMA ഇപ്പൊ മാസ്റ്റർ മോഡിലാണ്. ഇനി എല്ലാ ഓപ്പറേഷൻസും DMAക്ക് ചെയ്യാൻ പറ്റും. അതായത് അഡ്രസ് ബസ്സും കൺട്രോൾ ബസ്സും ഡാറ്റാ ബസ്സിന്റെ ഒക്കെ കൺട്രോൾ DMAക്ക് കിട്ടി. അപ്പൊ CPU ഹോൾഡ് സ്റ്റേറ്റിലോട്ട് പോകും. ദാറ്റ് മീൻസ് CPUയിൽ ഇപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇനി ഈ ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പെരിഫറൽസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ DACK സിഗ്നൽ യൂസ് ചെയ്യുന്നത്. DACK സിഗ്നൽ പെരിഫറലിന് കിട്ടിക്കഴിഞ്ഞാൽ പെരിഫറൽ ഇനി എന്ത് ചെയ്യും, ഡയറക്റ്റ് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ആരുടെ സഹായം വേണ്ട, CPUയുടെ എന്താണ് സഹായം വേണ്ട, ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് മെമ്മറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സഹായിക്കുന്ന IC ആണ് DMA കൺട്രോൾ. ഓക്കെ, ഇത്